10-35 കൊല്ലം എന്റെ കാലുവേദന തുടങ്ങിയിട്ട്. ആദ്യം അഴിവേദനയായിട്ട് തുടങ്ങി, പിന്നെ കാലുവേദന, പിന്നെ നടക്കാൻ പറ്റാതെ കാല് വളഞ്ഞി. ആസ്പത്രിയിൽ ഒരുപാട് സ്ഥലത്തൊക്കെ കാണിച്ചു. ലാസ്റ്റ് ഇവിടെ വന്ന് ഈ ഡോക്ടറെ വന്ന് കാണിച്ച് ഇപ്പൊ എനിക്ക് നടക്കാം എഴുന്നേറ്റ്. ഞാൻ ബേബി ജോസഫിന്റെ മോളാണ്. 10-15 വർഷമായിട്ട് എൻ്റെ അമ്മച്ചിക്ക് കാലുവേദന തുസകമായിട്ട് ഉണ്ടായിരുന്നു. പല ഡോക്ടർമാരെ കാണിച്ചു, ആയുർവേദം ചെയ്തു, എന്നിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കാല് വളഞ്ഞു, നന്നായിട്ട് വളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടർ നിജിത്തിന്റെ അടുത്ത് വന്നു. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ 3 ദിവസം കൊണ്ട് ആള് വോക്കറിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം 2 ആഴ്ചയുമായി. വോക്കറില്ലാണ്ട് അത്യാവശ്യം 2 സ്റ്റെപ്പ് നടക്കും. നിവർന്ന് തന്നെ നടക്കുന്നുണ്ട്. കാലിന്റെ വളമെല്ലാം മാറി. ഞങ്ങൾ പൂർണ്ണ ഹാപ്പിയാണ്. ബേബി ജോസഫ് ഒരു പ്രൈമറി കോംപ്ലക്സ് നീ റീപ്ലേസ്മെന്റ് 2 മുട്ടിന്റെയും സന്ധി മാറ്റിവെക്കൽ കഴിഞ്ഞ പേഷ്യന്റാണ്. പക്ഷെ ഇവരുടെ ഒരു കാര്യത്തിൽ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ ഇവര് കുറെ ലേറ്റ് ആയിട്ടാണ് ജോയിന്റ് റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ചത്. ആക്ച്വലി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധി തേയ്മാനം വന്നു കഴിഞ്ഞാൽ സർജറി അല്ലാതെ ഒരു ശാശ്വത പരിഹാരം അതിനില്ല. അപ്പോൾ അത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സർജറി ഇൻഡിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. പക്ഷെ ബേബി ജോസഫ് എന്താ പറ്റി വെച്ചാൽ വളരെ വൈകിയാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് ഷീ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഇൻഡിപെൻഡന്റ്ലി. അവർക്ക് സ്വന്തമായിട്ട് നടക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു വോക്കറിന്റെ അസിസ്റ്റൻസിലൊക്കെ ആയിരുന്നു അവർ നടന്നത്. പിന്നെ കൂടാണ്ട് കാലിനൊക്കെ ഭയങ്കരമായിട്ട് വളവ് വന്നിരുന്നു. അപ്പം ഒരു കോംപ്ലക്സ് പ്രൈമറി നീ റീപ്ലേസ്മെന്റിൽ കൂടി 2 മുട്ടും നമ്മൾ മാറ്റിവെച്ച് ഇപ്പം പേഷ്യന്റ് കുഴപ്പമൊന്നുമില്ല. ഷീസ് വാക്കിംഗ് കംഫർട്ടബിളി. പക്ഷെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ എപ്പോഴും ഈ ഒരു സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യം വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ അതിനെ പറ്റി ആലോചിക്കുന്നതും ആ ഒരു സർജറിക്ക് വിധേയമാകുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിന്റെ പ്രൊസീജിയർ കോംപ്ലക്സ് ആവും. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, ഇതിലെ പ്രോസ്തെസിസ് എല്ലാം കുറേ കൂടി കോംപ്ലക്സും കൺസ്ട്രെയിൻഡും ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൂടാണ്ട് പോസ്റ്റ് ഓപ്പ് റീഹാബിലിറ്റേഷൻ. സോ എവറിത്തിങ് വിൽ ബി ഡിഫിക്കൽട്ട്, എവറിത്തിങ് വിൽ ബി കോംപ്ലക്സ്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് കോംപ്ലക്സ് പ്രൈമറി ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. സോ ബേബി ജോസഫിന് ഒരു കോംപ്ലക്സ് പ്രൈമറി ബൈലാറ്ററൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് കഴിഞ്ഞതാണ്. സർജറിയൊക്കെ നന്നായിട്ട് പോയി. 2 മുട്ടും ഒരേ സമയം തന്നെ മാറ്റി വെക്കാൻ പറ്റി. ഇപ്പം കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നതും ഈ ഒരു ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ആ സർജറി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. താങ്ക് യു.